ഹലോ ഗായ്സ്, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുമെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പികൾ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടിൻ്റെ ഒരു മേക്ക് ഓവറാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി ചൂടാവാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു 4 മണി പലഹാരം, അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ബാക്കി വന്ന പുട്ട് ഇതുപോലെ മേക്ക് ഓവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചൂടായ കടുക് പൊട്ടിയില്ലേ, ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും സവാളയും ഇട്ട് നന്നായി വഴറ്റുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. സവാള നന്നായി നല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദെൻ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായി വഴണ്ട് വരണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലപോലെ ഉടയുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, വേവിച്ചെടുക്കണം. അതിനുശേഷം ഇത് നന്നായി വഴറ്റി കൊടുക്കുക. വഴറ്റി നല്ലോണം ഒന്ന് എന്തായിരിക്കണം, വെന്ത് ഉടഞ്ഞൊരു പാകാവില്ലേ, അതുപോലെ ആവണം. വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കടിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇത് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇതിനൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായി ചിക്കി എടുക്കുക. ചിക്കി എടുത്തല്ലോ, അതും നന്നായി ചിക്കി എടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ മെയിൻ സംഭവം, നമ്മൾ പുട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കട്ടക്കട്ടയായി ഇങ്ങനെ നിൽക്കും. അതിഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ നന്നായി ഇത് ഉടച്ച് കൊടുക്കുക പുട്ട്. അല്ലെങ്കിൽ നേരത്തെ പൊടിച്ച് വെച്ച പുട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു കുറച്ച് സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റി നമുക്ക് നല്ലൊരു വെറൈറ്റി 4 മണി പലഹാരം കിട്ടി. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് ഇത് ഇത്തിരി സമയത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു ഗായ്സ്, ബൈ.